അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനിയും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എന്നിൽ സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പു കൈത്താളെന്ന് അത്ര. അപ്പോൾ കർത്താവിന്റെ സ്നേഹം, ആ സ്നേഹത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്, അതിൻ്റെതായ പരിമളമുണ്ട്, അതിൻ്റെതായ സുഗന്ധമുണ്ട്. ആ സ്നേഹത്തിന് നിഗളമില്ല. ആ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ട് സഹനത്തിൻ്റെ, ക്ഷമയുടെ, സ്നേഹത്തിൻ്റെ, സഹോദരത്തിൻ്റെ, സമാധാനത്തിൻ്റെ എല്ലാം സഹിച്ചുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. അത് വെറുതെ മാറ്റപ്പെട്ടതല്ല. കർത്താവ് മരിച്ചടക്കപ്പെട്ട് എഴുന്നേറ്റെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നിരവധി കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും കൊണ്ടിരിക്കുകയാണ്, സുവിശേഷ വേലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നീതിയുടെ വഴിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാന്യ സഹോദരങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവരിനി ചെയ്യാൻ പോകുന്നതുമായ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത മാന്യ വ്യക്തിയിലേക്ക് നമുക്ക് കടക്കാം. വിൻസെന്റ് ഡി പോളിന്റെ പ്രവർത്തനം നമ്മൾ ചെയ്യുമ്പോൾ, ആ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങേക്ക് ഏത് തരത്തിലുള്ള മാനസിക സംതൃപ്തിയാണ് ലഭിക്കുന്നത്? ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചായിരുന്നു, വിൻസെന്റ് ഡി പോൾ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ആത്മീയ സന്തോഷം, അത് ഒരുപക്ഷെ നമ്മൾക്ക് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സന്തോഷമാണ് ഓരോ പ്രവർത്തകർക്കും. എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുമ്പോൾ തന്നെ ഏകദേശം 20-ൽ പരം വർഷങ്ങളായി സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. അന്നു മുതൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മീയ സന്തോഷം അത് വർണ്ണനാതീതമാണ്. അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, അത്രമാത്രം. കാരണം നാം സന്ദർശിക്കുന്നവരിൽ സത്യത്തിൽ നാം യേശുവിനെയാണ് കാണുന്നത്. അവരുടെ ആവശ്യങ്ങളിൽ നാം ഇടപെടുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന സന്തോഷം, അവരെ ഒരുപക്ഷെ വിവിധങ്ങളായ കാരണങ്ങൾ കൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. ദാരിദ്ര്യം പണം കൊണ്ട് മാത്രം അനുഭവിക്കുന്നവരല്ല. ദാരിദ്ര്യം അവരുടെ ആത്മീയമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ടാവും. ഒന്നു വേണ്ട, നമ്മൾക്ക് ഒരു വ്യക്തി അവൻ വളരെ ദിവസങ്ങളായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു. അവന് നമ്മൾക്ക് പോയി സന്ദർശിക്കുമ്പോൾ അവനുണ്ടാകുന്ന ആ ഒരു സന്തോഷം, ആ സന്തോഷത്തിൽ നമ്മൾക്കും പങ്കുകാരാകുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സന്തോഷം കിട്ടുന്നു. നാം സന്തോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബം സന്തോഷിക്കുന്നു. നമ്മുടെ കുടുംബം സന്തോഷിക്കുമ്പോൾ നമ്മുടെ സമൂഹം സന്തോഷിക്കുന്നു. അപ്പോൾ സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു അംഗത്തോടും ചോദിച്ചു കഴിഞ്ഞാലും അവർക്കുണ്ടാകുന്ന ആത്മീയവും ഭൗതികവും സാമ്പത്തികവുമായിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും അടിക്കടി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ആനന്ദം, ആത്മസംതൃപ്തി, അതാണ് അവര് പറയുന്നത്. ഇവിടെ നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ആ സന്തോഷം അത് നമ്മൾ ഏറ്റുപാടാതെ ഇവിടുന്ന് പോകുന്നത് ശരിയല്ല. എന്താണ്? ഞാനതിൻ്റെ 2 വരിയിലേക്ക് കിടക്കാം. അത് നമ്മളെല്ലാവരും അത് പാടണമെന്നാണ്. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ ജീവിതം
സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ച് ദേവാലയത്തിന്റെ ഇടവകയുടെ മുഴുവൻ പ്രാർത്ഥനകളോടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുണ്യപ്രവൃത്തികൾ നന്മയുടെ വഴികൾ, നീതിയുടെ വഴികൾ, നീതിയുടെ പാതയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എന്നും സ്മരിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാക്ടിക്കലായി കൊണ്ടുപോകുവാനായിട്ട് ഇവർക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് പറയുന്നതിനോടൊപ്പം വീണ്ടും നമ്മൾ മാന്യ സഹോദരനിലേക്ക് കടക്കുകയാണ്. 1813 ഫ്രാൻസിന്റെ ഭാഗമായിരുന്ന മിലാനിൽ ജിൻ ആന്റണി ഓസാനാമിൻ്റെയും മേരി വിദാന്തിൻ്റെയും മകനായിട്ട് ജനിച്ചു. അദ്ദേഹത്തിന് 11 സഹോദരിമാരും 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ സഹോദരിമാർ 11 പേരും ബാല്യത്തിൽ തന്നെ മരിച്ചു. അതിനുശേഷം പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഓസാന ഫെഡറിക്കിനെ ഒരു നിയമജ്ഞനാക്കി മാറ്റണം, തൻ്റെ കുടുംബത്തിൽ ഒരു ജഡ്ജി ഉണ്ടാകണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഫെഡറിക്കിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യം പഠിക്കുന്നതിനായിരുന്നു. എങ്കിലും അദ്ദേഹം പാരീസിലെ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് അദ്ദേഹം നിയമത്തിൽ ബിരുദം നേടി. അതുപോലെ തന്നെ ബിരുദാനന്ദ ബിരുദം നേടി സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിയമ അധ്യാപകനായിട്ട് നിയമനം ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളിൽ വളരെ കൃത്യമായിട്ട് പങ്കെടുക്കുകയും അദ്ദേഹം സൊസൈറ്റിയുടെ തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മാതാപിതാക്കന്മാരുടെ മരണശേഷം 1843 അദ്ദേഹം സോർബോൺ യൂണിവേഴ്സിറ്റിയിലെ കളക്ടറുടെ മകളെ MLA തന്നെ ഭാര്യയായിട്ട് സ്വീകരിച്ചു. അതിനുശേഷവും അദ്ദേഹം ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ പാരീസിൽ മാത്രമല്ല, ഫ്രാൻസിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് സൊസൈറ്റിയുടെ ശാഖകൾ കോൺഫറൻസുകൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം പ്രവർത്തനം നടത്തി. അയർലൻഡിൽ അതിരൂക്ഷമായ ക്ഷാമമുണ്ടായ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അദ്ദേഹം സംഭാവനകൾ സ്വീകരിച്ച് അയർലൻഡിലെ ആളുകൾക്ക് കൊടുത്തുവിട്ടിരുന്നു. അങ്ങനെ കർമ്മനിരതമായ പ്രവർത്തനത്തിന്റെ ഫലമായി, ഊണും ഉറക്കവുമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിക്കുകയും അദ്ദേഹം 1853 അദ്ദേഹം ദിവംഗതനാകുകയും ചെയ്തു. 40 വർഷക്കാലം ഈ ലോകത്തിന് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിന്റെ പ്രബലമായ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ആളുകൾക്ക് ആശ്വാസം നൽകാൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പരിണിതഫലമായിട്ട് സാധിച്ചു. അത് ആ പ്രവർത്തനങ്ങൾ ഇന്നും അനുസൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ധന്യാത്മാവ് സംസ്കാരം സ്വന്തം നാട്ടിലെ മതപരമായ കർമ്മങ്ങൾക്ക് ശേഷം പാരീസിലുള്ള സപ്പോളി എന്ന ദേവാലയത്തിൽ സംസ്കരിച്ചു. അങ്ങനെ അവിടെ സംസ്കരിച്ച അദ്ദേഹത്തെ 1997 പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തില് അദ്ദേഹത്തെ ആളുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിന്റെ സംഘടനയുടെ പ്രവർത്തനത്തിൽ ഭാഗവാഹികളായിക്കൊണ്ട് ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് സേവനമനുഷ്ഠിക്കുന്ന ഒരു സേവന സംഘടനയായിട്ട് അത് മാറി. ആ വിൻസെന്റ് പോൾ സൊസൈറ്റിയെ പരിശുദ്ധ സിംഹാസനം അന്തർദേശീയ അന്മായ സംഘടന എന്ന പദവി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ആ സംഘടനയുടെ ഒരു പ്രവർത്തകനാകാനായിട്ട് സാധിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനം, അതിലേറെ സന്തോഷം, അതിലേറെ ആനന്ദമുണ്ടെന്നുള്ള വിവരം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ നമ്മളുടെ വിൻസെന്റ് പോളിന്റെ നാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകരും വളരെ ആധികാരികമായി തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞു. 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ച് ഈ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്, സമയക്കുറവ് ഉണ്ട്. ഈ വിൻസെന്റ് പോളിന്റെ ഇതില് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ട്? ഇവിടെ ഈ കോൺഫറൻസിലെ 15 മെമ്പർമാരുണ്ട്. 15 മെമ്പർമാരുണ്ട്. ഒരു 15 പേരും ഇതില് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതില് പ്രത്യേകിച്ച് നമ്മൾ ഈ ഇത്ര അംഗങ്ങൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്ന അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ സ്ഥിരമായിട്ട് സഹായിക്കുന്ന മാസം ഒരു ഇത്ര രൂപ ഗവൺമെന്റ് പെൻഷൻ പോലെ തന്നെ
ഞങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിൻസെന്റ് പോൾ സൊസൈറ്റി നമ്മുടെ പുതിയ കോൺഫറൻസുകാരെ 14 വീട്ടുകാർക്ക് അതിൽ 8 പേരും ക്രൈസ്തവരായിട്ടുള്ള ആൾക്കാരെ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി മാസം നമ്മൾ 1000 രൂപ വെച്ച് കൃത്യമായിട്ട് എല്ലാ മാസവും നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവരുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലെന്ന്. പല ആളുകളും നമ്മുടെ ഈ പെൻഷൻ ഈ കാശ് കൊണ്ട് ചെല്ലുന്നത് വളരെ താല്പര്യത്തോടുകൂടെ കാത്തിരിക്കും. കാരണം അവർക്ക് ആ കാശ് കിട്ടിയിട്ട് അവരുടെ മരുന്ന് മേടിക്കാൻ അവരൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ രോഗികളായിട്ടുള്ള ഈ മെഡിക്കൽ കോളേജ് ഈ ആയുർവേദ കോളേജിലെ രോഗികളായിട്ടുള്ള കിടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മരുന്ന് മേടിക്കാനായിട്ട് കാശ് കിട്ടാതെ വരുമ്പോൾ അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് മരുന്ന് മേടിച്ച് കൊടുക്കാൻ സംവിധാനം നമ്മൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ വീടില്ലാത്ത ആളുകൾക്ക് വീട് പണിയുന്നതിന് വേണ്ടി നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. അതുപോലെ കല്യാണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കല്യാണം നടത്താൻ വരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് നമ്മൾ കാശ് കൊടുക്കും. അതുപോലെ തന്നെ മാരക രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ചികിത്സയിലുള്ള ആളുകളുണ്ട്. അവിടെ ചികിത്സാ സഹായത്തിനായിട്ട് വരുമ്പോൾ നമുക്ക് അവർക്ക് അവരുടെ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവർക്ക് നമ്മൾ സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന ആരെയും ഏത് സമുദായത്തിലുള്ള ആളാണെന്ന് നോക്കാതെ ആവശ്യക്കാരനെ അറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആ സംവിധാനത്തിൽ നമുക്കുണ്ടാകുന്ന കാശ് എന്ന് പറയുന്നത് ഇതിലെ ഭൂരിപക്ഷവും ഈ 15 ആളുകൾ എല്ലാ ഞായറാഴ്ചയും ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം ഇതിൻ്റെ ആഫീസ് റൂമിൽ കൂടി നമ്മൾ പ്രാർത്ഥന നടത്തി ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ റിപ്പോർട്ട് കണക്കും പാസ്സാക്കിയതിന് ശേഷം രഹസ്യത്തിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സഞ്ചി കൊണ്ടുവരും. ആ സഞ്ചിക്കകത്ത് ഓരോരുത്തരുടെ മുന്നിൽ കൊണ്ടുവരും. അവരെ ആരും കാണാതെ അവരൊരു തുകയിടും. അങ്ങനെ ഇടുന്ന ആ തുകയാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രധാനം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകാംഗങ്ങളായിട്ടുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലും. മാസം കൊണ്ട് തന്നെ അവർ തരുന്നത് അത് രസീത് കൊണ്ട് നമ്മൾ പോകും. അങ്ങനെ കിട്ടുന്ന കാശ് 2 കാശുകളാണ് ഇതിൻ്റെ പ്രവർത്തനത്തിന്. അത് കഴിഞ്ഞ വർഷം നമുക്ക് 6 ലക്ഷത്തിലേറെ രൂപ നമുക്ക് പിരിച്ചെടുക്കാനും അതിനടുത്ത തുക നമുക്ക് ചെലവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം മുമ്പേ AC പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല ഈ ഇന്ത്യയിലെ മൊത്തം കോൺഫറൻസുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം ഒരംഗം 50-ലേറെ രൂപ ഈ രഹസ്യത്തിലുമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. കാരണം നമ്മൾ ആഴ്ചയിലാണ് വിളിക്കുന്നത്. അത് ആളുകളുടെ എണ്ണം കൊണ്ട് കണക്കാക്കി വരുമ്പോൾ 50 പൊക്കത്തിൽ രൂപ നമ്മൾ ഒരാൾ സംഭാവന ചെയ്യുന്നുണ്ട്. മറ്റുള്ള കോൺഫറൻസിൽ ഏറ്റവും കൂടുതൽ 25 രൂപയാണ് അളവിൽ വരുന്നത്. അപ്പം അതിൻ്റെ താഴെ ഏറ്റവും 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഫറൻസിൻ്റെ ഇരട്ടി തുക നമ്മുടെ ഈ കോൺഫറൻസിൽ നമ്മൾ എക്സിക്യൂട്ടീവായിട്ട് ശേഖരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മളുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് നടത്താനായിട്ട് മറ്റുള്ളവരോട് മേടിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്നതിനേക്കാളും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുത്തുകൊണ്ട് ആണ് നമ്മൾ മാതൃകാപരമായ ഒരു സേവന പ്രവർത്തനമാണ് നടത്തുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അതുപോലെ തന്നെ സീനിയർ AC വൈസ് പ്രസിഡന്റ് തോമസ് പാലത്തങ്ങൾ, പിന്നെ ഇതിൻ്റെ വളരെ ദിവാവ് കോൺഫറൻസിൻ്റെ ആരംഭകാലം മുതലുള്ള അതിൻ്റെ പ്രവർത്തകനും പ്രസിഡന്റും ഒക്കെ ആയിരുന്നുള്ള കുഞ്ഞു ചേട്ടന്, ഫ്രാൻസ് ചേട്ടന്, അതുപോലെ തന്നെ ട്രഷറർ ജോയി, അതുപോലെ എല്ലാവരുടെയും ഞാൻ പേര് പറയുന്നില്ല. ഈ 15 പേരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ കോൺഫറൻസിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാണെന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാൻ താല്പര്യമുണ്ട്. അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവര് ഓരോരുത്തരും പറഞ്ഞു കഴിഞ്ഞു. അതിൽ അവര് സന്തുഷ്ടരാണ്. അവര് ആത്മസംതൃപ്തി അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് നിരവധി പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഇതൊരു മാതൃകയായി തീരട്ടെ. ഈ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങള് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഇതൊരു മാതൃകയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മള് ഈ പ്രോഗ്രാമില് നമുക്ക് വീണ്ടും ഇതുപോലെ ആത്മീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനിയും നമ്മളുടെ ഈ നീതി തരുന്ന പ്രോഗ്രാമിലേക്ക് കടന്നു വരും. ഏതായാലും ഈ പുതിയകാവിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ഫ്രാൻസിസ് സേവ്യർ ചർച്ചിന്റെ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഈ ഇടവകയുടെ ബഹുമാനപ്പെട്ട ജിമ്മി അച്ഛനും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ബാക്കി എല്ലാ നല്ലവരായ സഹപ്രവർത്തകർക്കും
ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ വീണ്ടും നീതി തേടി എന്ന പ്രോഗ്രാമിലേക്ക് വീണ്ടും നമ്മളൊരു പുതിയ വിഷയവുമായി നമ്മൾ വരുന്നതാണ്. മാന്യ പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം. To be just and fear not.